തൊപ്പിയുടെ ലൈവില് മമ്മൂനെ കളിയാക്കിയിട്ടുള്ള മെയിൻ ഡയലോഗാണ് അയക്കൂറയാന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ടോണ് നമുക്ക് പറയാനറിയില്ല, പക്ഷെ നല്ലൊരു അയക്കൂറ ഫ്രൈഡ് റെസിപ്പി പറഞ്ഞുതരാം. കുറച്ച് സ്പെഷ്യലാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കറിമസാലപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകവും നല്ല ജീരകവും കൂടെ പൊടിച്ചതും പിന്നെ കുറച്ച് വിനീഗറും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുങ്ങാണ്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മസാല ഇതാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇത് നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കാം. സൊർക്ക് ഒഴിച്ചിട്ട് മസാല അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണേ, അത് പറയാൻ വിട്ടുപോയതാണ്, കാണിക്കാനും വിട്ടുപോയിട്ടുണ്ട്. മസാലയൊക്കെ മീനിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ടുങ്ങായിട്ട് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് ഏകദേശം പകുതി വേവായി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല. എരിവിനായിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളക് കുറച്ച് കൂടുതലാണ് ചേർത്തിട്ടുള്ളത്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മുടെ അടുത്ത് കാന്താരി മുളക് ഇല്ലാത്തത് കൊണ്ട് പച്ചമുളകാണ് ചേർത്തത്. 2 സൈഡും മറിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഇത് ചൂടോടെ അങ്ങോട്ട് കഴിക്കുക. അങ്ങനെ മുളക് പൊടി ചേർക്കാണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള അയക്കൂറ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ.